അസ്സലാമു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് നിക്കാഹ്നാമ സർട്ടിഫിക്കറ്റൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നിക്കാഹ് പെന്ന് നമുക്ക് പെട്ടെന്ന് ഇതുപോലെ നോർമൽ പെന്ന് യൂസ് ചെയ്ത് തന്നെ നമുക്ക് തന്നെ DIY ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് സിമ്പിളായിട്ട് ചീപ്പ് കോസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. കീപ് വാച്ചിങ്. ഇറ്റ്സ് മീ ലുബ്ന. അപ്പം നമ്മളിന്നിപ്പം ഇതിൻ്റെ നിക്കാഹ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് നമുക്ക് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാതെ അല്ലെങ്കിൽ എങ്ങനെ ഫ്രെയിമിംഗ് ഒക്കെ ചെയ്യാമെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ഞാൻ ഐക്കാർഡിലിടാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള നിക്കാഹ് പെന്ന് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ ഇതുപോലുള്ള നോർമൽ പെന്ന് മതി. നമുക്ക് ഇതുപോലുള്ള നിക്കാഹ് അല്ലെങ്കിൽ ഫെദർ പെന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് നോർമൽ പെന്ന് യൂസ് ചെയ്ത് കുറച്ച് ഐറ്റംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചീപ്പായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ DIY ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള ലേസ് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഇതുപോലെ പേൾ ടൈപ്പ് ഒക്കെ ആയിട്ടുള്ള ഈ സാധാ നമ്മുടെ ഫാൻസി ഷോപ്പിൽ നിന്നും അങ്ങനെയുള്ള ഷോപ്പിൽ നിന്നും ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും ഇതുപോലുള്ള ടൈപ്പ് ലേസ്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് മോഡൽസ് ഉണ്ടാവും. അപ്പം അതിലേതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് അതിപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാനിതിന് വേണ്ടി വാങ്ങിച്ചതൊന്നുമല്ല, ഏതൊരു ഷോൾ നെറ്റാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു. അപ്പം അതിൻ്റെ ബാലൻസ് വന്നൊരു പോർഷനാണ് ഞാൻ ഇതിലിപ്പം ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിപ്പം ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചാൽ തന്നെ ഉള്ളൂ ഇതിൽ ഒട്ടുള്ളൂ കേട്ടോ. പക്ഷെ നമുക്ക് ലേസ് വെച്ചിട്ട് ഞാൻ ഇതിൽ തന്നെ ഒരു പോർഷൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ സൈഡ് തിന്നിൽ ടാപ്പില്ലേ അത് യൂസ് ചെയ്ത് ഒട്ടിച്ചാലും അത് ഒട്ടും. പക്ഷേ ഇതിന് ഗ്ലൂ ഗണ്ണ് തന്നെ ആവശ്യമുണ്ട്. അപ്പം ഇത് ഞാനിതാ ഫുള്ള് കവർ ചെയ്ത് ഇതുപോലെ റൗണ്ടിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഫെദേഴ്സ് ആവശ്യമായിട്ടുണ്ട്. ഈ ഫെദേഴ്സ് ഞാനിപ്പോൾ അല്ലാതെ വാങ്ങിച്ച തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ ഒരുപാട് കളേഴ്സിലും ഒക്കെ ഉള്ളത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ രണ്ടെണ്ണം ഒരു ഫെദർ പെന്നിന് 2 ഫെദർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക തിക്കായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഇത് നിങ്ങൾ ഈ ലേസ് സ്റ്റിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിട്ടോ. എന്നോട് വിട്ടുപോയതായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ മുകളിലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിൽ കുറച്ച് ഡെക്കറേഷൻസൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ രീതിയിൽ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് ചെയ്യാം. ഞാനിപ്പം ഇവിടെ അക്രിലിക് ഷീറ്റ് ഇതുപോലെ ലേസർ കട്ടിങ് ചെയ്യുന്ന ഷോപ്പിൽ നിന്ന് ലേസർ കട്ടിങ് ചെയ്തെടുത്തിട്ടുള്ള 2 ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ ലെറ്റേഴ്സ് വെച്ചിട്ടൊരു ഡിസൈനിൽ ലേസർ കട്ടിങ് ചെയ്തെടുത്തതാണ്. ഇത് അക്രിലിക് ഷീറ്റാണ്. അപ്പം ഇത് 1.5 mm ആണ് തിക്നെസ് വരുന്നത്. പക്ഷേ 2 mm ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഉറപ്പുണ്ടാവും കേട്ടോ. അത് അവരെടുത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഉള്ളത് വെച്ച് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ക്ലയൻറ്റിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2 mm എങ്കിലും തിക്നെസ് ഉള്ള ഷീറ്റിൽ ചെയ്യണം. പിന്നെ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ ഇതുപോലെ കുറച്ച് ഈ സ്റ്റോൺ ടൈപ്പ് അങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പ് ഐറ്റംസൊക്കെ കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് ഐഡിയക്കനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കൂടെ ഞാനിതിൽ ജസ്റ്റ് ഇതുപോലെ ഫെദറിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞാനിത് ഇതുപോലെ വേറൊന്ന് ഗ്രൂമിൻ്റെ ചെയ്തെടുത്തതായിരുന്നു. അതിൽ ഞാൻ ഒരു ഫെദർ മാത്രമാണ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ആ ഒരു വലിയൊരു ഫിനിഷിങ് ആണെങ്കിൽ തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ 2 ഫെദർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്ന വേറൊരു മെത്തേഡാണ്. അതായത് ഇപ്പം നമുക്ക് ഇതുപോലുള്ള നോർമൽ റിബൺ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഈ ഒരു പെന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. ഇത് ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഈ ഒരു റിബണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് റിബണ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നോർമൽ ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടല്ലോ, പിന്നെ തിന്നായിട്ടുള്ള പേപ്പറൊക്കെ ഒട്ടിക്കുന്നത്. അപ്പോൾ അത് വെച്ച് ഒട്ടിച്ചാലും ഇത് ഒട്ടും കേട്ടോ, റിബൺ ആയതുകൊണ്ട്. പക്ഷേ നമുക്ക് കുറച്ചുകൂടി കട്ടിയുള്ള ലേസും കാര്യങ്ങളൊക്കെ ആകുമ്പം അതുകൊണ്ട് ഒട്ടില്ല. അതിന് കുറച്ചുകൂടി സ്ട്രോങ് ഗ്ലൂ വേണം. ഇനി ഞാനിപ്പം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ലേസ് മാത്രം വെച്ചിട്ട് പിന്നെ ഫെദറും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഡെക്കറേറ്റീവ് ലേസും കൂടെ വെച്ചിട്ടാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്ത് കൊടുത്താലും ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ. ഇതിപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇതുപോലെ സ്റ്റോൺ ടൈപ്പ് ഉള്ളൊരു ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഒന്ന് മേക്ക് ഓവർ ചെയ്യുന്നത്.
ഇതിലിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ഐറ്റംസിനും വലിയ റേറ്റും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. നമ്മളിപ്പോൾ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും ഒരുപാട് റേറ്റൊന്നും വരില്ല. പിന്നെ ഇതുപോലുള്ള ലേസ് റോള് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇതുപോലെ നിക്കാഹ് പെന്നൊക്കെ ചെയ്തെടുക്കാനും പറ്റും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഫെദർ പെൻ അല്ലെങ്കിൽ നിക്കാഹ് പെൻ നമുക്ക് അല്ലാതെ വാങ്ങിക്കാൻ കിട്ടും. അതിനെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ എക്സ്പെൻസേ ഇതിന് വരുന്നുള്ളൂ. റേറ്റും നമുക്ക് ചീപ്പായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലൊരു എക്സ്പെൻസ് വരിക നമ്മൾ അക്രിലിക് ഷീറ്റ് ഇതുപോലെ ലേസർ കട്ടിങ് ചെയ്യുമ്പോഴാണ്. അപ്പം ഇത് നമ്മൾ ബാക്കി എല്ലാത്തിനെ അപേക്ഷിച്ച് കുറച്ച് റേറ്റ് വരും. അത് നമ്മൾ എടുക്കുന്ന ഐറ്റംസും നമ്മൾ ആ ഒരു അക്രിലിക് ഷീറ്റ് എത്രത്തോളം യൂസ് ആക്കുന്നത് എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അതാണ് കുറച്ച് ഇതിൽ എല്ലാം കൂടെ നോക്കുമ്പോൾ കുറച്ച് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ അക്രിലിക് കട്ടിങ് ആഡ് ചെയ്യാതെ വേറെ എന്തെങ്കിലും ഫ്ലവേഴ്സോ റോസ് ഫ്ലവേഴ്സോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഈ അക്രിലിക് കട്ടിങ് വേണം എന്ന് നിർബന്ധമില്ല. എനിക്കത് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് അത് വെച്ച് ചെയ്തത്. പിന്നെ നമുക്ക് അക്രിലിക് കട്ടിങ് ചെയ്യുമ്പം നമുക്ക് വേണ്ട ഫോണ്ടിലും ആ ഒരു ഡിസൈനൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ അവർ കട്ട് ചെയ്ത് തരും. പിന്നെ ഒരുപാട് മെലിഞ്ഞതൊക്കെ ആകുമ്പം നൈസായിട്ടുള്ളതൊക്കെ ആകുമ്പം ചിലപ്പോൾ അത് പൊട്ടിപ്പോവും. അക്രിലിക് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാലും ആ ഒരു പ്രശ്നമേ ഉള്ളൂ. ബാക്കി കുറച്ച് വീതിയുള്ള ടൈപ്പിലൊക്കെ നമ്മൾ ഡിസൈനിങ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ അവർ കട്ട് ചെയ്ത് തരും. അങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് നിക്കാഹ് പെൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത് വേണ്ടവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അതല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൽ വന്ന് DM ചോദിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.